കേക്കണ്ട, നിങ്ങൾ പറയണ കേക്കണ്ട. ആ മനുഷ്യൻ മര്യാദയ്ക്കെന്നാ നിന്റെ ഒറ്റ വാക്കുകൊണ്ട് ആ മനുഷ്യൻ അത്ര പ്രകോപിതനായ. ആ മനുഷ്യൻ മര്യാദയ്ക്ക് വർത്താനം പറഞ്ഞില്ല. നീ വന്നപ്പോ തൊട്ട് ഇളക്കിയാണ് ആ മനുഷ്യൻ പ്രകോപിതനായ. ആ മനുഷ്യൻ വന്നിട്ട് അവസാനം വരെ ആ മനുഷ്യൻ ക്ഷമിച്ചിരുന്ന നിന്റെ ഇളക്ക് വന്നപ്പോ തുടങ്ങിയതാ. അങ്ങനെയാണ് ആ മനുഷ്യന് അത് പറയേണ്ടി വന്നത്. അത് ആ മനുഷ്യൻ മര്യാദയ്ക്കുന്ന മനുഷ്യനാ. അയാളെ നീ ആ വലിച്ചഴിച്ച് എന്താന്ന് വെച്ച് ചെയ്യാൻ കുക്കുവായത് ഇന്നാണ് ഞങ്ങൾ അറിയണേന്നാണ് പറഞ്ഞത്. നിങ്ങൾ ടീച്ചേഴ്സിന് ചോദിക്കണം എന്താണ് നിങ്ങൾ ഈ വെള്ളിയാഴ്ച ഇവിടെ വരണം, എന്താ നിങ്ങളുടെ കുട്ടികളെ കാണിക്കാന്നുള്ളത്. ഞങ്ങൾ ഞങ്ങളോട് പറഞ്ഞോ? വിളിച്ചപ്പോ പറഞ്ഞെങ്കിൽ സമയോട് കാത്തിക്കണായിരുന്നു. ഞങ്ങൾ നീ എന്താ പറഞ്ഞേ? നിങ്ങൾ ഇൻഫോം ചെയ്യണ്ടായിരുന്നു. ബുക്ക് 10th വരെ വേണമെന്ന് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അതറിയില്ല, ടീച്ചേഴ്സ് അവരോട് പറഞ്ഞിട്ടുണ്ട്. നീ ചോദിച്ചു നോക്കുന്നില്ല ചോദിച്ചോട്. പിന്നെ സാറിനാണ് തട്ടിക്കാരനെ. അല്ല, അതിന് എന്താണ് അങ്ങനെ ടീച്ചേഴ്സ് കൊടുത്ത സമയത്ത് 10th വരെയുള്ള ബുക്കാണ് പറഞ്ഞിട്ടുണ്ട്. ബുക്ക് മിസ്സിംഗ് ആണെന്ന് നാളെ അറിയാമോ? ഇവര് എന്താണ് എന്ത് ചെയ്യണേ? ചെയ്യാനാ നിങ്ങൾ വിളിച്ചേ? അതിന് നീ തട്ടിക്കാരോട് അധ്യാപകനോട് ഞാൻ ഈ മനുഷ്യനെ ഞങ്ങളുണ്ട്, ഞങ്ങൾക്കറിയാം. തട്ടിക്കയറിയില്ല നീ തട്ടിക്കയറിയില്ല. ഞാൻ സ്വഭാവം എന്റെ അടുത്ത് കാണിക്കരുത് കേട്ടോ. വിളിച്ചോണ്ടോ എന്നെയാണ് ചെയ്യിക്കണെന്ന്? നീ ആരാ? നടക്കില്ല. നിന്റെ കൊച്ചിനെ ഞാനാ പഠിപ്പിക്കാൻ തീരുമാനിക്കുക. നീ ഇവിടുത്തെ മുഴുവൻ മാനേജനെ വിളിച്ചോണ്ടോ പഠിപ്പിക്കുന്നു? കാണിക്കാം വെല്ലുവിളിച്ചിരിക്കുന്നു. നീ നിന്റെ അഭ്യാസം റൈറ്റിന് നടക്കൂല. ആ എടിപൊടി തന്നെയാ, അടിപൊടി തന്നെയാ വിളിക്കണേ. നീ ആരടി? അടിപൊടി തന്നെയാ വിളിക്കണം. നീ എന്ത് ചെയ്യും? നീ ചെയ്യണേ. നീ പോയി ചെയ്തോണ്ട് പാടി. നീ ചെയ്യാ. നീ എന്താ ചെയ്യണെന്ന് ചെയ്യടി പോയി. നീ ഇവിടെ കേൾക്കേണ്ടി വരും. നീന്റെ വഴിക്കോ അല്ലെങ്കിൽ പോലീസിനെ വിളിക്കണേ. തിരിച്ച് ടീച്ചറായിട്ട് കേൾക്കാതെ ഞാൻ വിളിക്കും. അത് ഞാൻ ചെയ്യും. ഇവിടെ തടസ്സം ഉണ്ടാക്കിയ സാറ് പോലീസിനെ വിളിക്കാം. പോലീസിനെ അല്ല സാറ് വിളിക്കുന്ന പറഞ്ഞു. പേരൻസിനോടെ എന്റെ സ്റ്റുഡന്റ് ഇവിടുത്തെ അധ്യാപികയായിരുന്നുള്ള അവിടുന്ന് ഇറങ്ങി ഇവിടെ എന്റെ സ്റ്റുഡന്റ് കുഞ്ഞു പ്രായത്തിന് വിളി ഞാൻ പഠിപ്പിച്ച എന്റെ ഇവിടുത്തെ അധ്യാപിക ഇവള് വന്നപ്പോഴത്തെ ഇളക്കിയത് കുറേയായി ഞാൻ കാണുന്നു. സ്റ്റാൻഡേർഡ് അവരവർക്കും വേണം. ഞങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഇച്ചിരി കുറവാ. രവി സാറിനാണ് വിളിച്ചത്. എന്താണ് ഉദ്ദേശം? ഇത് ജോസാൻ ഉണ്ടാക്കിയ സ്ഥാപനമാണെങ്കിൽ ജോസാൻ ഒരു വലിയ ഡിസിഷൻ ഉണ്ടാവും. എന്റെ ടീച്ചറെ ഞങ്ങളെ ഷെയർ കൊടുത്തേക്കണ്ട. അതായത് നീ അങ്ങനെ കാണിക്കണ്ട. രവിസാൻ വിളിക്കാൻ പ്രിൻസിപ്പളെ കവിഞ്ഞ് വൈസ് പ്രിൻസിപ്പളിന് ഇവിടുത്തെ മുഴുവൻ മാനേജറിന്റെ നമ്പർ തരാം. നീ വിളിച്ചു വരുത്ത്. എന്നെ തൂക്കി എടുക്കണം. കാണിച്ചു തരാം മാനേജറിന്റെ നമ്പർ വിളിച്ചു വിളിച്ചോ. ആരുടെ നമ്പറാ വേണ്ടത്? സാറിന് ഞങ്ങളോട് വിരോധം. നിങ്ങൾക്ക് ഇപ്പൊ എനിക്ക് നിങ്ങളോട് വിരോധം. ഇതിനു മുമ്പ് നിങ്ങളെ ഞാൻ അറിവ് പോലുമില്ലായിരുന്നു. ഇപ്പൊ നിങ്ങളോട് എനിക്ക് വിരോധം. എന്താ വിരോധം? ആ വിരോധം പറഞ്ഞു ഞാൻ പറഞ്ഞിരിക്കില്ല. ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ വന്നിട്ട് നിങ്ങൾ പ്രിൻസിപ്പളിനെ മര്യാദ പഠിപ്പിക്കുന്നു. പ്രിൻസിപ്പൾ നിങ്ങളുടെ കുട്ടികളുടെ ഡിഫക്റ്റ് ടീച്ചറെ അവിടെ നിങ്ങൾക്ക് ഒറ്റ സെന്റൻസ് വോയിസ് ഉള്ളൂ. ശരി സാറേ, അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ സോറി. ഇനി എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യാനാ പറയണ്ടേ? അങ്ങനെയല്ല പറയണ്ടേ? ചേട്ടന് സമൂഹത്തിൽ വർക്ക് ചെയ്യുന്നല്ലേ? ഇത് തികച്ചും പ്രൈവസി ഗവൺമെന്റ് സ്ഥാപനമല്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുടെ പേര് പരാതിയുണ്ട്. സ്റ്റോപ്പ് പറയാനേ പറയും. എന്ത് എവിടെ? എന്റെ ക്യാബിനിലോ? എന്റെ ക്യാബിൻ ഞങ്ങളെ വിളിച്ചു വരുത്തില്ല. എന്റെ ക്യാബിനിൽ എന്റെ ക്യാബിനിൽ പോലീസിനെ നിങ്ങൾ വിളിച്ചു. ഞങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങളോട് പഠിപ്പിക്കാൻ തയ്യാറാണ്. ക്ലാസ്സിൽ അടങ്ങി ഒതുങ്ങി ഒതുങ്ങി യാതൊരു കുഴപ്പമില്ല.
മൂത്തവല്ല കുഴപ്പമുണ്ടായി കുഴപ്പമില്ല. നിങ്ങളുടെയല്ല പെർഫെക്റ്റ് ആണ്. ശാപം കിട്ടിയ അതെന്താണെന്ന് നീ അനുഭവിക്കും. സംശയം വേണ്ടോ? നീ അനുഭവിക്കൂ. നിന്നെ കെട്ടിയുണ്ട് വളരെ എക്സ്ട്രാ ഡീസന്റ് മനുഷ്യൻ. ഞങ്ങളെ മൊത്തം വയലന്റ് ആയ പകയന്മാരാണ്, മോശക്കാരാണ്. ഇവിടുന്ന് പോയ കൊച്ചിന്റെ കാര്യം പറഞ്ഞല്ലോ. അല്ല നീ എന്റെ കൊച്ചിനെ പഠിപ്പിക്കാൻ കണ്ടില്ലേ? നീ എന്തിനാ വന്നേ? ഞാൻ അതിനുള്ള മാന്യമായിട്ട് ഞാൻ ടീച്ചറെ സാറേ എന്നാന്ന് വെച്ചാൽ ഇന്നാണ് അറിഞ്ഞത്. അതിന് എന്താന്ന് വെച്ചാൽ വീഡിയോ